ഹായ്, അപ്പോൾ എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ നമുക്കൊരു ഡിഷ് ഉണ്ടാക്കിയെടുക്കാം. അതായത് നമുക്കൊരു റെസിപ്പി തയ്യാറാക്കാം. ഇന്നൊരു അപ്പൽ ചോറാണ് തയ്യാറാക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് അപ്പൽ കഴുകിയെടുത്ത് മാറ്റി വെച്ച ശേഷം അതിലേക്ക് വേണ്ട ഇഞ്ചി, പച്ചമുളക്, തക്കാളി, ഉള്ളി അതൊക്കെ അരിഞ്ഞെടുക്കാം. ഞാൻ ഇവിടെ 2 വലിയ സവാളയാണ് എടുത്തത്. ഒരു തക്കാളി എടുത്തിട്ടുണ്ട്. ഒരു 4-5 പച്ചമുളക്, ഒരു 7-8 അല്ലി ചുറ്റുള്ളി, കുറച്ച് ഇഞ്ചി അതൊക്കെ എടുത്ത് നമുക്ക് അരിഞ്ഞ് ചതക്കി വെക്കാം. ഉള്ളി അരിഞ്ഞു. ഇനി പച്ചമുളക് അരിയാം. പച്ചമുളക് എരിവിന് ആവശ്യത്തിന് എടുത്താൽ മതി. എരിവ് കൂടുതലാണെങ്കിൽ നിങ്ങൾക്ക് കൂടുതലെടുക്കാം, കുറച്ചാണെങ്കിൽ കുറച്ചെടുക്കാം. നമുക്ക് തക്കാളി അരിഞ്ഞ് കൊടുക്കാം. ഇവിടെ നല്ല മഴയാണ് കേട്ടോ, നല്ലൊരു മഴയും കാറ്റുമൊക്കെയാണ്. അപ്പോൾ നമുക്ക് നല്ല പോലെ അരിഞ്ഞെടുത്തേച്ചു നമുക്ക് ചമ്പേറ്റിയിട്ട് അതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുക്കാം. ഞാനിവിടെ നെയ്യ് എടുത്തിട്ടുണ്ട്. അപ്പോൾ നെയ്യ് ഒഴിച്ച് കൊടുത്ത ശേഷം നമുക്ക് തീ കുറച്ചിട്ട് അതിലോട്ട് സവാള ഇട്ട് കൊടുക്കാം. അരിഞ്ഞ് വെച്ചിരിക്കുന്ന സവാള ഇട്ട് കൊടുക്കാം. അപ്പോൾ സവാള വേകുന്ന ആ ഒരു സമയത്ത് നമുക്ക് നമ്മുടെ അപ്പൽ കഴുകി വെച്ചത് വേവിച്ചെടുക്കാം. അപ്പോൾ അത് കുക്കറിലിട്ടിട്ട് വേവിക്കാൻ വെച്ചു. അപ്പോൾ അതിന് ശേഷം നമ്മൾ തക്കാളി ഇട്ടു, പച്ചമുളക് ഇട്ടു, ഇഞ്ചി ചുറ്റുള്ളി പേസ്റ്റ് ഇട്ടു. അപ്പോൾ ഇട്ട് നല്ലോണം വറുക്കുക, നല്ല രീതിയിൽ വറുത്തെടുക്കുക. ആ തക്കാളിയൊക്കെ ഒന്ന് വെന്ത് കിട്ടുന്നവരെ നമുക്ക് വറുത്ത് കൊടുക്കാം. നന്നായിട്ട് വറുത്ത ശേഷം അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടു, കുറച്ച് ഗരം മസാല, കുറച്ച് ബിരിയാണിപ്പൊടി, കുറച്ച് ഈ നാടൻ പൊടി ഉണ്ടല്ലോ, നാടൻ പൊടി ഇട്ട് കൊടുത്തു. അപ്പോൾ അതൊക്കെ ഒന്ന് പച്ചമണം മാറുന്നത് വരെ നമുക്ക് വറുത്ത് കൊടുക്കാം. മീറ്റ് മസാല കുറച്ചിട്ടു. അതിലേക്ക് നമ്മൾ അതൊന്ന് പച്ചമണം മാറുന്നത് വരെ നമുക്കൊന്ന് ഇത് കൊടുക്കാം. പിന്നെ പെരിഞ്ജീരകം പൊടിച്ചതിട്ടിട്ടുണ്ട്, അത് മറക്കണ്ട ആരും. പെരിഞ്ജീരകം പൊടിച്ചതിന് ശേഷം കുറച്ച് മീറ്റ് മസാലയും ഇട്ട് നല്ലോണം ഇളക്കി കൊടുക്കുക പച്ചമണം മാറുന്നത് വരെ. അപ്പോൾ അതിലേക്ക് നമ്മൾ ഇറച്ചിപ്പൊടിയാണ് ഇടുന്നത്. ഇറച്ചിപ്പൊടി ഇട്ട് കൊടുക്കുക. എത്രയാണ് അളവ്, ഒരു 2-3 സ്പൂൺ ഇട്ട് കൊടുത്ത ശേഷം അതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചതൊന്ന് വേവിച്ചെടുക്കാം. ആ ഉള്ളിയും സവാളയും ഒക്കെ ഒന്നുകൂടി നമുക്ക് ആ പൊടിയെല്ലാം ഇട്ട് ഒന്നുകൂടി വേവിച്ച ശേഷം നമുക്ക് ഒന്ന് മൂടി വയ്ക്കാം പതിക്കാൻ. അപ്പോൾ നമ്മളൊന്ന് പുറക്കാഴ്ചയൊന്ന് കഴിഞ്ഞിട്ട് വരാം. അപ്പോൾ ഇതാ നമ്മുടെ സംഭവം തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കതിലേക്ക് കുറച്ച് കറിവേപ്പില ഇടാം. കറിവേപ്പില ചിക്കാൻ വന്നതാണ്. കറിവേപ്പില നമുക്ക് ചിക്കാം. കറിവേപ്പില നമുക്ക് ചിക്കിയെടുക്കാം. കറിവേപ്പില ചിക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്കതിലേക്ക് തിളച്ച് വന്ന അതിലേക്ക് നമുക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. കറിവേപ്പില ഇട്ട് നന്നായിട്ട് ശേഷം നമുക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന അപ്പൽ കൂടി അതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത ശേഷം അതിലേക്ക് നമ്മൾ കഴുകി വെച്ചിരിക്കുന്ന അരി ഇട്ട് കൊടുക്കുക. അരിയിട്ട് അതിനോടൊപ്പം തന്നെ നമുക്ക് അതിൻ്റെ പാലും ചേർത്ത് കൊടുക്കാം. പാലും ചേർത്ത് കൊടുത്ത് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. നല്ലോണം മിക്സ് ചെയ്യുക. എന്നിട്ട് അതിനേക്കനുസരിച്ച് എത്രയാണ് വെള്ളം വേണ്ടതെന്ന് വെച്ചാൽ നിങ്ങളുടെ കണക്കനുസരിച്ച് വെള്ളം വെക്കുക. ഞാനിവിടെ 2 കപ്പ് വെള്ളമാണ് ഒഴിച്ചിരിക്കുന്നത്. അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ആക്കുക. ഇവിടെ മഴയുടെ ശബ്ദമൊക്കെ കേൾക്കുവേ.
അപ്പോൾ അതിലേക്ക് നമുക്ക് എത്രയാണ് ഉപ്പ് വേണ്ടത് അതനുസരിച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് വീണ്ടും നമുക്കൊന്ന് ഇളക്കിയെടുക്കാം. ഉപ്പ് നോക്കണേ, മറക്കല്ലേ, ഉപ്പ് കൂടാൻ പാടില്ല, നമുക്ക് കറക്റ്റായിട്ട് വേണം. അപ്പോൾ ഉപ്പിൻ്റെ ടേസ്റ്റൊക്കെ നോക്കിയിട്ട് ഉപ്പുണ്ടോ ഉപ്പില്ലയോ എന്നൊക്കെ അനുസരിച്ച് ഉപ്പിട്ട് നോക്കുക. അപ്പോൾ അതിന് ശേഷം നമുക്ക് കുറച്ച് പൂക്കൾ കണ്ടിട്ട് വരാം. ഇത് മൂടിക്കൊടുക്കാം. അപ്പോൾ കുറച്ച് പൂക്കളൊക്കെ കണ്ടിട്ട് നമുക്ക് വീണ്ടും തിരിച്ച് വന്നപ്പോൾ നമ്മുടെ ഫുഡ് റെഡി ആയിരിക്കുന്നു, അപ്പൽച്ചോറ്. അപ്പോൾ ഇതാണ് ഞാൻ ഇന്നുണ്ടാക്കിയ റെസിപ്പി. അപ്പോൾ ബൈ, എല്ലാവരും കാണാൻ മറക്കല്ലേ.